ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിയാദ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് തന്നെയാണ്. ഇന്ന് ജി റോക്കിൻ്റെ വേവ് 7 എന്ന് പറഞ്ഞൊരു ഹെഡ്ഫോൺസാണ്, വയർലെസ് നെക്ക് ബോണ്ട്. ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതല്ല, ആമസോണിൽ വാങ്ങിയതല്ല. നമ്മളിത് ഷോപ്ലെക്സിൽ സാധനം വാങ്ങാൻ പോയിട്ട് അതിൻ്റെ പേരെ കിട്ടിയതാണ്. നമുക്കൊന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം ഗായ്സ്. 30 അവർ പ്ലേ ബാക്കെല്ലാം ഉണ്ട്, 30 മണിക്കൂറിലും ഒറ്റ ചാർജിലോ ബാക്കിയില്ലേ. ലാസ്റ്റ് പറ്റിക്കും. എനിക്ക് എല്ലാവരും സംശയമാണ്, ആര് പറ്റിക്കും ആര് പറ്റിക്കില്ല ഒന്നും നോക്കിയില്ല. എനിക്ക് എല്ലാവരും സംശയം. അടിപൊളി. അവിടെ ഇതിൻ്റെ സാധനം നോക്കി, നമ്മ പുറത്തതിൻ്റെ ഫോട്ടോ ഉണ്ട്. പക്ഷെ ഒരു ചോപ്പ് കളർ സാധനം കണ്ടോ, ഒരു റിങ് ഉണ്ട്, നല്ല അടിപൊളി റിങ് ചോപ്പ്. ഞാൻ വെച്ചാൽ ലേറ്റാണ് ഓണാക്കത്ത് വേറെ ഇത് എക്സ്ട്രാ എക്സ്ട്രാ ബഡ്സും ഉണ്ട്. പക്ഷെ അതിനകത്ത് ആ ചോപ്പ് അല്ലടാ, റിങ് ഈൻ്റെതാന്ന് തോന്നുന്നു. റിങ് ഈൻ്റെയാണ്, ഈ ബഡ്സാണ് നമ്മൾ മാറ്റിയത്. ഇതിപ്പം വലുതാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം. ഇതിങ്ങനെ ഊരാൻ പറ്റും. എന്നിട്ട് ചെറുത് വെക്കാം, ചെറിയ ചെവിയിൽ വെക്കാനുള്ള സാധനം. ചെറിയ ബഡ്സാണ്, ചെറിയ ബഡ്സ്, ചെറിയ ചെവിയിൽ വെക്കാം. അതെല്ലാവർക്കും അറിയാം ഏകദേശം. ഇത് ദൂരം ചെറുതന്നെ. ഇതാരെയെന്നുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഉമ്മയുടെ മോൻ്റെ മകൻ. അതുപോലെ ഇനി അധികം തെളിച്ചിട്ട് കാര്യം. കരാട്ടയിലാണ് പ്രോ ആണ്. ഒരു ബെൽറ്റ് പറഞ്ഞു കൊടുക്കുക. ഓറഞ്ച് ബെൽറ്റാണ്. ഇപ്പൊ ഏകദേശം ഒരു വീഡിയോയിൽ പറയാൻ ഭയങ്കര മടിയാണ്. മൂന്നാമത്തെ പറഞ്ഞോ നീ ഇപ്പൊ നിന്റെ അടുത്ത ടെസ്റ്റ് ഗ്രീനിലേക്കാണ്. അന്നേരം ഏപ്രിൽ 6-ാം തീയതി ഏത് സെൻറ്ററിൽ വെച്ചിട്ടെന്ന് അറിയില്ല. മാഷ് പറഞ്ഞത് അങ്ങനെയാണ്. പറഞ്ഞ എനിക്ക് വരുമെന്ന് അറിയില്ല. കരാട്ട കുരട്ട ഞാൻ ഒരിക്കൽ നോക്കിയില്ല, പക്ഷെ നടന്നില്ല. ചെറുത് വെക്കാം, കാരണം നമ്മൾ ചെറിയ ഇയറിൽ വലുതും ആവും. പക്ഷെ ഇങ്ങനെ തുള്ളുമ്പെല്ലാം താഴെ നമ്മൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാളും ചെക്ക് ചെയ്യുന്ന സമയം നമ്മൾ രണ്ടാളും തുള്ളി പാട്ടും പാടിയിട്ടാണ് കളിക്കും. കയറത്തി കയറിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ടോൺ ചെയ്യാം. ഷോപ്പിക്സ് സാധനല്ലേ, അതിന് ദിവസം തന്നെ ഉണ്ടാവില്ല. ഷോപ്പിക്സ് മേടിക്കാൻ നടുക്കത്തെ അത് ഒത്തിരി കൊണ്ടു ഇവിടെ ചെവിയിൽ കിട്ടും. ഇതെങ്ങനെ വെക്കില്ല, എനിക്ക് ശരിക്കും അറിയില്ല. ഇങ്ങനെയാ പിന്നെ തിരിച്ചിട്ട് അങ്ങനെയാ ആവശ്യം ഇങ്ങനെ ഹെഡ്സെറ്റിനെ പോലെ ഇങ്ങനെ വെക്കല് സാധനം. ഇത് സൈഡിലൊരു മാഗ്നറ്റ് ഉണ്ട്, രണ്ടും ഒട്ടിപ്പിടിക്കും. അതാദ്യം അതിന് ഒട്ടിട്ടുണ്ടായി. എന്നോട് പറയുന്നു ഒട്ടിപ്പിടിക്കുന്നു. ഓക്കെ, സൈഡത്തെ അതെനിക്ക് ഇവിടെ ആവുന്നില്ല. ഞാൻ ഇരുന്നിട്ട് സൗണ്ടിൻ്റെ ഇത് വർക്കില്ല. കണക്ട് ചെയ്യില്ല, ഇത് പുതിയ സാധനം ഓണാക്കിയിട്ടുണ്ട്. പിന്നെ അത് ഇതിലൊരു ചെറിയ ബ്ലൂ ലൈറ്റ് ഉണ്ട്, ഒരു ബ്ലൂ റെഡ് അല്ല. അതെ, അത് നീ എൻ്റെ പുറത്ത് കണ്ടിട്ടില്ല ഉണ്ടല്ലോ പറയുന്നത്. ബ്ലൂ റെഡാണ് ഇപ്പൊ കാണുമ്പോൾ അതിൻ്റെ പുറത്തല്ല ബ്ലൂ റെഡ്. അതുകൊണ്ടല്ലേ നീ ബ്ലൂ റെഡാന്ന് പറയുന്നത്. ബ്ലൂ റെഡിയുടെ കാണിക്കുന്നുണ്ടല്ലേ നീ ബ്ലൂ റെഡാണ് ഇവിടെ. അത് ഇതല്ലേ ഇവിടെ ബ്ലൂ റെഡ് കാണിക്കുന്നത്. ഇവൻ ഏടെയോ നോക്കിയിട്ട് പറയുന്നത് ബ്ലൂ റെഡ് ഇല്ല. നീ പഠിപ്പിക്കല. സോറി, കണക്ട് ചെയ്യാം. അവിടെ എൻ്റെ പേരെന്തായിരിക്കും? പേര് ജീറോക്കിന് ഉണ്ടല്ലോ. വേവ് 7 വേവ് 7 കണക്ട് ചെയ്യാൻ പറ്റിയത് നമുക്ക്. ഞാൻ ഈ മുമ്പ് നമ്മ ഒരു ഇതിലിപ്പോൾ കണക്ട് ചെയ്യില്ല, ഡിസ്കണക്ട് ചെയ്തു. ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ സ്പീക്കർ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് ഒന്ന് കണക്ട് ചെയ്തപ്പോൾ പാർട്ടീഷൻ വെച്ചാൽ അത് ഓണാക്കിയിട്ടുണ്ടായിരുന്നു. വേവ് 7 കണക്റ്റായി. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല, ജസ്റ്റ് പെക്കിയൊക്കെ മറ്റേ നോക്കി ഇതിലും തിരിയുന്നില്ല. ജസ്റ്റ് പാട്ട് കേട്ടോളാം. അതോ കളിച്ചു പച്ച പൈസക്കാരി വെക്കുന്നു. ഞാൻ നേരത്തെ വെച്ച പാട്ടുണ്ടായിരുന്നു.
ഇതിൽ DJ ആയിട്ട് കളിക്കുന്നില്ല, പ്യൂർ സൗണ്ട്, നാച്ചുറൽ സൗണ്ട്. DJ ഇല്ല, അപ്പോൾ സ്പീക്കറിനെ പോലെ DJ ഒന്നും വരുന്നില്ല, നല്ല നാച്ചുറൽ സൗണ്ട്, നല്ല സ്മൂത്ത് ആയിട്ട്. ഇവനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായം പറയാൻ ഇവന് ചെറിയൊരു പരാതി ഉണ്ട്, നമ്മൾ മാങ്ങ എത്തിയിട്ടില്ല, അതിലാണ് എത്തി തന്നില്ല. അന്നേരം നീ വന്നിട്ടില്ല, അവിടെ നോക്കട്ടെ. ആർക്കും കേൾക്കുന്നുണ്ട് അവിടെ നിന്ന്. ആ ഇത് ഒറ്റക്കല്ലാട്ടെ, ഇങ്ങോട്ടും കാണിക്കുന്നുണ്ട്. ഇങ്ങോട്ടും പ്യൂർ സൗണ്ട് അല്ലേ, നല്ല DJ ആയിട്ട് ചെറുങ്ങനെ വരുന്നുണ്ട്. DJ ഇല്ല, ചെറുങ്ങനല്ലേ DJ ഇല്ല ഇനി, കാരണം ഹെഡ്ഫോൺസ് ആണ് ബ്രോ. ഒന്നും അറിയില്ല, ഇങ്ങനെ പറയുന്നത് തള്ളിച്ച്. അപ്പോൾ ഞാൻ പറയാൻ പറഞ്ഞാലും പറഞ്ഞിട്ട് ഡെപ്പോസിറ്റ് ഇടാം. അല്ല എൻ്റെ സ്വന്തം അഭിപ്രായം പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് കുറയണം. അവൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടാണ് പറയേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഒരു ചാർജറും കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ് ചാർജർ കിട്ടുന്നു. നമുക്ക് കിട്ടിയ എല്ലാ ഡിവൈസിലും ഇങ്ങനത്തെ ഒരു കിട്ടിയിട്ടുള്ള ചാർജർ. ഇതിന് വരെ കുറച്ച് ലോങ്ങില്ലൊരു ചാർജർ കിട്ടും. ഇതിൻ്റെ ലോങ്സ് ഞാൻ വാങ്ങിച്ചത് അവിടെ കറുപ്പ് തന്നെയാണ്, എല്ലാം കറുപ്പ്. അല്ല, വാച്ചിനെല്ലാം വെള്ളം കിട്ടും നമുക്ക്. പിന്നെ അതിൻ്റെ ലോക്ക് കിട്ടും. ഇത്രയും പിന്നെ ഇതിന് മുമ്പ് എനിക്കൊന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എത്ര പോരാ, ഇത് രണ്ടും ഡിഫറൻസ് നോക്കി ഇത്രയുണ്ട്. ഈ സാധനം പിന്നെ നമുക്ക് പറയാം, പക്ഷെ ഫോൺ ലെങ്ത് ഒന്നും കിട്ടൂല നമുക്കറിയാം. ഇതിൻ്റെ ജസ്റ്റ് ഇത്രയും വാട്ട് ഇതിന് മുമ്പ് കിട്ടിയതാണ് നോക്കിയത്. ഇത് ഇതിൻ്റെത് അല്ല, പോരാ, ഇതിൻ്റെത് ഇത് ചെറുത്. ഇത് ഞാൻ മറ്റേ സിഗ്നലിൻ്റെ, ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടാ സിഗ്നലിൻ്റെ. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചിരുന്ന. ഇത് സിഗ്നലിൻ്റെ ഇത്ര പോരാ, നമ്മളിത് അതിൻ്റെ അടുത്ത് കൊണ്ടുള്ള സാധനം. ഞാൻ ആമസോണിന് റിയൽ ആയിട്ട് പറയുന്നത്, ഇത് ആമസോണിന് വാങ്ങിയതാണ്. ആമസോൺ ചാർജറിന് ഭയങ്കര പിശുക്കാണ്. ഇത്രയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയിലും. എന്താ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് താഴെ കൊടുക്കുക. വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല വീഡിയോ കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സിയാദ് ആൻഡ് റിഷാൻ സൈനിങ് ഔട്ട്.